വെൽക്കം ടു അവർ ടുഡേയ്സ് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ. പായ്വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യ മലയാളി വനിത കെ ദിൽനയാണ്. INSB തരിണിയിലാണ് പായ്വഞ്ചിയിൽ ലോകം ചുറ്റി വന്നത്. ആരാ ആദ്യത്തെ മലയാളി വനിത? കെ ദിൽന. അവരോട് ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണിത്. ഓർത്തിരിക്കുക, പായ്വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യ മലയാളി വനിത ആരാണ്? കെ ദിൽനയാണ്. കെ ദിൽന ഏതാ പായ്ക്കപ്പൽ? INSB തരിണിയിലാണ് പായ്വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യത്തെ മലയാളി വനിത കെ ദിൽന. ഓക്കെ, അടുത്തൊരു ആത്മകഥയാണ്. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ഇത് ആരുടെ ആത്മകഥയാണ്? കെ ബി റാബിയ. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത് ആരുടെ ആത്മകഥയാണ്? കെ ബി റാബിയയുടേതാണ്. കെ ബി റാബിയ. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്, കെ ബി റാബിയ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ പരിപാടി ഏതാണ്? റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ പരിപാടി ഏതാണ്? റേഡിയോ നെല്ലിക്ക. നെല്ലിക്കയിൽ ആസിഡ് ഏതാ? അസ്കോർബിക് ആസിഡ് ആണ്. നെല്ലിക്കയിൽ അടങ്ങിയ ആസിഡ് അസ്കോർബിക്. അതുപോലെ ഒരു പച്ചമാങ്ങയിൽ അടങ്ങിയ ആസിഡ് ചോദിച്ചാലും ഇതാണ് അസ്കോർബിക് ആസിഡ് ആണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ പരിപാടിയുടെ പേര് റേഡിയോ നെല്ലിക്ക. ഓക്കെ, വാഗമണിൽ കണ്ടെത്തിയ പുതിയ സസ്യമാണ് വനപുഷ്പം. വാഗമണിൽ കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണ്? വനപുഷ്പം. വാഗമൺ അല്ലെ, കോട്ടയം ജില്ലയിലെ വാഗമൺ, കോട്ടയം ഇടുക്കി ബോർഡറിലെ വാഗമൺ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ഏത്? വനപുഷ്പം. മൊട്ടക്കുന്നുകൾ കാണപ്പെടുന്നത്, പൈൻ ഫോറസ്റ്റ് കാണപ്പെടുന്നതൊക്കെ എവിടെയാ? വാഗമണിലാണ് അല്ലെ. ഓക്കെ, വാഗമണിലാണ്. യെസ്, അപ്പോൾ വാഗമണിൽ കണ്ടെത്തിയ പുതിയ സസ്യം വനപുഷ്പം. 2025 ഏഷ്യ കപ്പ് ഹോക്കി ഭാഗ്യചിഹ്നം ചന്ദ് എന്ന കടുവയാണ്. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ചന്ദ് എന്ന കടുവ. വേദി എവിടെയാ? ബീഹാറാണ്. ബീഹാർ. ഓക്കെ, നമ്മുടെ ജാതി സെൻസസ് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഏഷ്യ കപ്പ് ഹോക്കി ഭാഗ്യചിഹ്നം ചന്ദ് എന്ന കടുവ. വേദി ബീഹാറാണ്. പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിയോട് നേരിട്ട് പരാതി പറയാനായിട്ട്, അതായത് വീഡിയോ കോളിലൂടെ നേരിട്ട് പരാതി പറയാനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ചൊരു പദ്ധതിയുടെ പേരാണ് ദൃഷ്ടി. ഏതാണ്? ദൃഷ്ടി. എന്താണ് ദൃഷ്ടി? പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിയോട് നേരിട്ട് പരാതി പറയാൻ, വീഡിയോ കോളിലൂടെ വഴി നേരിട്ട് പരാതി അറിയിക്കാനായിട്ട് കേരള പോലീസിന്റെ മേധാവിയോട് പറയുമ്പോൾ പോലീസ് ആയിരിക്കത്തില്ല, പോലീസ് അവതരിപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് ദൃഷ്ടി. ഏതാണ്? ദൃഷ്ടി. ഓക്കെ, അപ്പോൾ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നിയമിതനായതാര? ഗിരീഷ് ചന്ദ്ര മുർമു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റതാരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. ഒന്നുകൂടെ പറയട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? എഴുതിയെടുക്കുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്തോളേടാം. ഓക്കെ, അപ്പോൾ പായ്വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യത്തെ മലയാളി വനിത കെ ദിൽന, INSB തരിണിയാണ്. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന പുസ്തകം ആരുടേത് എന്നത് ആത്മകഥയാ. ആരുടേത്? കെ ബി റാബിയ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ പരിപാടിയാണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ പരിപാടി റേഡിയോ നെല്ലിക്ക. വാഗമണിൽ കണ്ടെത്തിയ പുതിയ സസ്യം വനപുഷ്പം. ഏതാ? വനപുഷ്പം. 2025 ഏഷ്യ കപ്പ് ഹോക്കി ഭാഗ്യചിഹ്നം ചന്ദ് എന്ന കടുവ. മത്സരങ്ങൾക്ക് വേദിയാകുന്ന എവിടെയാ? ബീഹാറാണ്. ഇപ്പൊ ചന്ദ് എന്ന കടുവയാണ്. 2025 ഏഷ്യ കപ്പ് ഹോക്കിയാണ്, ക്രിക്കറ്റ് അല്ല. ഹോക്കി ഭാഗ്യചിഹ്നം ചന്ദ് എന്ന കടുവയാണ്. പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിയോട് നേരിട്ട് പരാതി പറയാനായിട്ട്, അതായത് വീഡിയോ കോളിലൂടെ പരാതി പറയാനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ദൃഷ്ടി എന്നാണ്. ദൃഷ്ടി. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായതാരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. ഓക്കെ, താങ്ക് യു.